നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആഖിറത്തിൽ യാത്ര ചെയ്യാനുള്ള വാഹനം നമ്മൾ ഇവിടെ വെച്ച് തയ്യാറാക്കണം. ഏതാണ് ആ വാഹനം? നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗം നിങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള വാഹനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാടിനെ ഒറ്റക്കറക്കാൻ പറ്റുമോ നോക്കുക, 7 ആള് കൂടിയിട്ടൊരു പോത്തിനിറക്കാൻ പറ്റുമോ നോക്കുക, 7 ഒരിക്കലെങ്കിലും കൂടുക. നമ്മളെ നാട്ടിലൊരു മദ്ഹബുണ്ട്, മൊത്തത്തിലൊരു ആമായ എന്ത്, ഒരിക്കൽ 7 കൂടുക, എത്രണ്ണം പൂർത്തിയാക്കണം? 7 വട്ടം. നല്ലതാണ്. എന്നാ ഓരോരുത്തർക്കും ഓരോന്നായി, ഒറ്റ 7 തന്നെ കൂടിയാൽ തന്നെ കൂടൂലേ? ഒറ്റ പ്രാവശ്യം 7 കൂടിയാലും വീടും. അപ്പൊ ഒരു 7 കൂടിങ്ങാണ്ട് നമ്മളെന്താക്ക, 7 ആള് കൂടിയിട്ട് വന്ന അർത്ത് ആഖിറത്തിലെ മൃഗല്ലേ, 7 ആൾക്ക് ഒന്നുമ്പോ പോയി കൂടെ. ഞമ്മളൊന്ന് ഒറ്റക്കർത്ത് നമ്മളെ കുട്ടികളെയും മക്കളെ 7 എണ്ണത്തിന് അയിമ കയറ്റി പോയി കൂടെ. അതിനല്ലേ കണ്ണു പൊട്ടിയത് പറ്റൂല, ചെവി കീറിയത് പറ്റൂല, മുടന്നുള്ളത് പറ്റൂല എന്നൊക്കെ പറഞ്ഞത് കിതാബില്. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറക്കുന്നിടത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അയിബുള്ളത് പറ്റൂല. എല്ലാരും കൂടി വേഗം ഇങ്ങനെ പോകുമ്പോ നമ്മളെ മൃഗം ഇങ്ങനെ അവിടെ കിടന്നുകാണ്ട് പോണോ പോണ്ടേ, ഓട്ടോറിക്ഷക്കാരനോട് പോകാല്ലേ പോണെങ്കിൽ പോകാം, അങ്ങനെ തെറ്റിപ്പടിഞ്ഞാണ്ട് നിൽക്കാൻ പറ്റിയ സ്ഥലമാണോ അവിടെ? ഞമ്മക്ക് കബർന്ന് നീച്ചുകാണ്ട് അതിന്റെ മുകളിൽ കയറി എന്നാ പോകല്ലേ വെച്ചാൽ ബിസ്മില്ലാ കാണാൻ വേണ്ടി വരുമ്പോ ഞാൻ ഇപ്പൊ എന്താ കുടിച്ചാൻ കൊടുക്ക? നമ്മള് നേരത്തെ ചിന്തിച്ചില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നമ്മളെ ബന്ധം ഏതാണ്? സുഹബത്തല്ല, നമ്മളതേതാ? മഹബത്താണ്. ആ മഹബത്തിന്റെ ബന്ധമുള്ള ആൾക്കാർ വരുമ്പോ എന്താ ഒന്ന് കുടിക്കാൻ കൊടുക്കുക? അതാണ് ഷുർബത്ത്. അതാണ് ഷുർബത്ത്. ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിലെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത ഖൈർ എന്ന് പറഞ്ഞതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഹൗദുൽ കൗസറാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് അതിന്റെ രീതി മനസ്സിലായില്ലേ? അതാ